Hello students, we are going to an application of nested interval property which can be called a corollary of nested interval property, immediate application of nested interval property. But it is stated as another theorem. What is nested interval property? If In equal to an Bn is a nested sequence of closed and bounded intervals, then there exists a psi element of R such that psi element of In for all n closed and bounded intervals in the nested sequence ആണെങ്കിൽ ഏതെങ്കിലും nested sequence of intervals പോരാ, closed and bounded intervals in the nested sequence of intervals ആണെങ്കിൽ ആ intervalsനെല്ലാം കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ട് എന്നതാണ് nested intervals property. And we have proved it by taking the supremum of an, and I have done another video by taking the infimum of Bn also. We can prove that there exists a point which is common to all of the intervals. You see the two videos once again, and then we can understand the new theorem. And the theorem puts another condition on the length of the intervals In. If the length of the intervals tends to 0 or the infimum of Bn minus An. Bn is the interval. Bn minus An is the length of the interval. If Bn minus An has infimum 0, then length of the interval ultimately it is equal to 0. ഏതെങ്കിലും ഇടയ്ക്കത്തെ അല്ല, അകത്തകത്താണ് ഇൻട്രവൽസ് ഫോം ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രവൽസ് കാണാം. A1 B1 ആണ് ഏറ്റവും പുറമേ ഉള്ളത്. അങ്ങനെ ഏറ്റവും അകത്തെ ഇൻട്രവലിന്റെ ലെന്ത് Bn minus An. Infimum of Bn minus An equal to 0 means ഏറ്റവും അകത്തെ ഇൻട്രവലിന്റെ ലെന്ത്. ഇല്ലേ ഇൻട്രവൽസിന്റെ ലെന്ത് 0യിലേക്ക് പോവുകയാണ്. ഇൻട്രവൽസിന്റെ ലെന്ത് കുറഞ്ഞു വരുവാണെന്ന് നമ്മൾ കണ്ടല്ലോ. അത് n ഇൻഫിനിറ്റ് ആയിട്ട് പോകുമ്പോൾ ഇൻട്രവലിന്റെ ലെന്ത് 0 ആവുകയാണ്. എങ്കിൽ ദ നമ്പർ psi നമ്മൾ സുപ്രീമം a എന്ന് ഡിഫൈൻ ചെയ്ത ഒരു നമ്പർ കണ്ടുപിടിച്ചു. ഇൻഫിമം b എന്ന് ഡിഫൈൻ ചെയ്ത് വേറൊരു നമ്പർ എല്ലാ ഇൻട്രവലിനും കോമൺ ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ രണ്ട് നമ്പർ ഇല്ല. എപ്പോഴാ? ഇൻഫിമം ഓഫ് Bn മൈനസ് An. ഈ ഇൻട്രവൽസിന്റെ ലെന്ത് ഫൈനലി 0യിലേക്ക് പോവുകയാണെങ്കിൽ ദ പോയിന്റ് psi ഈസ് യുണീക്ക്. ഇങ്ങനെ ഒരേ ഒരു പോയിന്റേ ഉള്ളൂ, രണ്ട് പോയിന്റ് ഇല്ല എന്നാണ് നമ്മളുടെ തിയറം പറയാ. അപ്പൊ ഈ പ്രൂഫ് ഞാൻ ഇട്ട് പറയുന്നത്, പഴയ പ്രൂഫ് കാണിച്ച് പറയുന്നത് നമ്മൾ സുപ്രീം an എടുത്ത് സൈയും, അതേപോലെ തന്നെ ഞാൻ പച്ചമഷിക്ക് കറക്റ്റ് ചെയ്ത് എഴുതിയായിരുന്നു. ഇൻഫീമം Bn എടുത്ത് ഈറ്റയും എല്ലാ ഇന്റർവൽസിലെയും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽസിന്റെ നെസ്റ്റഡ് ഇന്റർവൽസ് ആണെങ്കിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് സുപ്രീമ an നമുക്ക് കാണിക്കാൻ പറ്റും, ഇൻഫീമം Bn കാണിക്കാൻ പറ്റും. അതിന്റെ പ്രൂഫ്സ് സിമിലർ ആണ്. അത് സുപ്രീമ an വെച്ചുള്ള പ്രൂഫാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഫീമം Bn വെച്ചുള്ള പ്രോബ്ലം ടെക്സ്റ്റിൽ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. Infimum of Bn is a member of all the In എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റെപ്സ് ഞാൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്തത് നെസ്റ്റഡ് ഇൻട്രവൽസ് പ്രോപ്പർട്ടിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തീരത്തിലേക്കാണ് പോവുക. പുതിയ തീരത്തിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇതെല്ലാം നെസ്റ്റഡ് ഇൻട്രവൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്ന പോലെയാണ് ആദ്യ ഭാഗം. ഇഫ് In equal to sequence A and B, closed interval A and B in an element of n is a nested sequence of closed and bounded intervals. ഒരു അഡീഷണൽ കണ്ടീഷൻ കൂടെ such that ഇന്റർവൽസിന്റെ ലെന്ത് അവസാനം 0 ആകാൻ പോവുകയാണ് എന്നുള്ള ഒരു കണ്ടീഷനാണ്. such that the lengths Bn minus An, ഇതിലൊരു ഇന്റർവെലിന്റെ In എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ലെന്ത് അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് ലെൻസ് Bn മൈനസ് An ഓഫ് In എന്ന് പറയുന്ന ഇന്റർവെലിന്റെ ലെന്താണ്. സാറ്റിസ്ഫൈ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഇതും കൂടെ ഒരു കണ്ടീഷനാണ്. സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഇൻഫീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ interval lengths ആണ് Bn minus An, infimum of Bn minus An such that n element of n. അത് ഓരോ iന്റെ ലെന്ത് ആണ്. അത് 0 അവസാനം വരുമ്പോഴത്തേക്ക് 0 ആണ്. infimum of Bn minus An. Bn minus An എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ ആവും, അതുകൊണ്ടാണ് 0യോടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഈക്വൽ ടു 0. ദെൻ ഇത്രയും ഇല്ലെങ്കിൽ such that എന്നുള്ളത് ഇല്ലെങ്കിൽ there is a common point psi for all the intervals എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പോയിന്റ് then the number psi contained in In
കഴിഞ്ഞ തിയറത്തിൽ പ്രൂവ് ചെയ്ത നമ്പർ psi. Then the number psi contained in In for all n element of n. For all n element of n. അത് കഴിഞ്ഞ തിയറത്തിൽ such that എന്നുള്ള ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ ഇല്ല, അത് ഇത് പുതിയതാ. Such that the length of bn minus an of in satisfy infimum of bn minus an equal to 0. ഇത് നമ്മുടെ പുതിയതാണ്. ഇതുവരെ ഉള്ളത് ഉപയോഗിച്ചാൽ നമുക്കൊരു കോമൺ നമ്പർ psi ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതും കൂടെ ആണെങ്കിൽ ആ psi യുണീക്ക് ആണ്, ഈസ് യുണീക്ക്. അപ്പോൾ അങ്ങനെയാണ് പുതിയ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. പഴയ തിയറത്തില് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽസ് in equal to a and b, an element of n, has a common point psi. Psi element of in for all n element of n. ഇതാണ് പഴയ തിയറത്തിലുണ്ടായിരുന്നത്. If in addition the length of the intervals ultimately tends to 0, infimum bn minus an is length of the interval, equal to 0. If that is also a condition, then the new theorem states that the above point psi, what we have obtained in the nested interval property, that psi is unique എന്നാണ് പുതിയ തിയറം പറയുക. അപ്പോൾ നമ്മുടെ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്താ ഉള്ളത്? an less than or equal to psi less than or equal to bn. ഏതാ psi? psi equal to supremum of an എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. supremum of an bn ഇന്റർവൽ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ്സിന്റെ സുപ്രീമം ഉപയോഗിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത psi എല്ലാ ഇന്റർവെല്ലും ഉണ്ട്. psi എലമെന്റ് ഓഫ് in, psi എലമെന്റ് ഓഫ് in ഫോർ ഓൾ n എലമെന്റ് ഓഫ് n എന്ന് നമ്മൾ പറഞ്ഞു തന്നെയാണ്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. an less than or equal to psi less than or equal to bn. പിന്നെ ഞാൻ രണ്ടാമത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. if we define eta equal to infimum of an bn, this is a1, this is b1, i1, a2 b2, ഇപ്പോൾ വരച്ചത് a2 b2 n പോയിന്റ്സ് ആയിട്ടുള്ളത് i2, a3 b3 n പോയിന്റ്സ് ആയിട്ടുള്ളത് i3. അപ്പോൾ n മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് ഇന്റർവൽസ് ഇതിനകത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർവൽസിന്റെ ലെഫ്റ്റ് n പോയിന്റ്സ് a1 a2 a3 മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ സുപ്രീം ഉപയോഗിച്ചാണ് നമ്മൾ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇന്റർവൽസിന്റെ a3 b3 ഇന്റർവൽസിന്റെ റൈറ്റ് n പോയിന്റ്സ് b1 b2 b3 ഓരോ ഇന്റർവലും ഒന്നിനൊന്നിനും ഉള്ളിലാണ്. അതുകൊണ്ട് b1 b2 b3 പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിന്റെ b1ൽ നിന്ന് പുറകിലാണ് b2. അതുകൊണ്ട് അവരുടെ ഇൻഫീമം എടുക്കുന്നു. ഇൻഫീമം ഓഫ് bn such that n element of n. മുമ്പ് ചെയ്ത അതേ കാര്യം ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും this psi, this eta is a member of in for all n element of n. അതേ ലോജിക് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, ദാറ്റ് ഇംപ്ലൈസ് an എല്ലാ ഐയിലും ഉണ്ട്. an less than or equal to eta less than or equal to bn എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഈ പാർട്ട് മാത്രമായിട്ട് ഇങ്ങോട്ട് എടുക്കാം. an less than or equal to eta for all n, എല്ലാ ഇന്റർവെല്ലിലും ഉണ്ട്. for all n element of n element of എന്ന് പറഞ്ഞാൽ തന്നെ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യുക. an എല്ലാ aനും ഈറ്റയേക്കാൾ ചെറുതാണ്. എല്ലാ aനും ഈറ്റയേക്കാൾ ചെറുതാണെങ്കിൽ that implies supremum of an less than or equal to eta. എല്ലാ aനും ചെറുതാണ്. അപ്പോൾ അവരുടെ സുപ്രീമവും ഈറ്റയേക്കാളും ചെറുതാണ് എന്ന് ഉറപ്പാണ്. പക്ഷെ സുപ്രീമം ഓഫ് an നമ്മൾ എന്താ വിളിച്ചിരിക്കുന്നത്? psi. ദാറ്റ് ഈസ് psi less than or equal to eta. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് psi less than or equal to eta എന്ന് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈറ്റയാണ് വലുത്. ഈറ്റ മൈനസ് psi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം ഇതിൽ നിന്ന്. അത് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് psi less than or equal to eta എന്ന് കിട്ടും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ഇൻഫീമം ഓഫ് bn മൈനസ് an ഈക്വൽ ടു 0 ഗിവൺ ഇൻഫീമം ഓഫ് എ സെറ്റ് എന്ന് കൂട്ടിയാൽ മതി. ഈ bn മൈനസ് anകളുടെ കളക്ഷൻ, അതിന്റെ ഇൻഫീമം such that n element of n equal to 0. ഈ ഇൻഫീമം 0 ആണ്. അതെങ്ങനെ ഇൻഫീമം 0 ആയത്? അപ്പോൾ എത്ര ചെറിയ നമ്പർ എടുത്താലും ഗിവൺ എനി small, arbitrarily small epsilon greater than 0, there exists a member of this
കളക്ഷൻ. ആ കളക്ഷനിൽ ഒരു മെമ്പർ ഉണ്ടാവണമെങ്കിൽ ഒരു n ഉണ്ടാവണം. ദെയർ എക്സസ് അത് n എന്ന് ഞാൻ വിളിക്കുന്നില്ല, n വേരിയേഷൻ ഉപയോഗിക്കാൻ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ മെമ്പർ ഉണ്ടാവും. ആ എപ്സിലോണിനേക്കാളും ഇൻഫീമം 0 ഇൻഫീമം, അതിലും വലിയൊരു എപ്സിലോൺ എടുത്തു. അപ്പോൾ അതിലും വലിയൊരു എപ്സിലോൺ എടുത്തു. അപ്പോൾ ഇൻഫീമം 0 ആണ്, എപ്സിലോൺ അല്ല. ഏതാ? ഈ കളക്ഷന്റെ ഇൻഫീമം 0 ആണ്, എപ്സിലോൺ അല്ല. അതിനർത്ഥം എന്നാ? 0യ്ക്കും എപ്സിലോൺ ഇടയ്ക്ക് ഈ കളക്ഷനിലെ ഒരു മെമ്പർ ഉണ്ട്. ആ കളക്ഷനിലെ ഒരു മെമ്പറിനെ ഞാൻ ജനറൽ മെമ്പറിനെയാണ് bn മൈനസ് a എന്ന് എഴുതുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മെമ്പറിനെ bm മൈനസ് am എന്ന് എഴുതുകയാണ്. അപ്പോൾ 0യ്ക്കും 0 ലെസ് ദാൻ bm മൈനസ് am ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. ഇനി ഈ കളക്ഷന്റെ ഇൻഫീമം എന്താണ്? 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കളക്ഷന്റെ ഇൻഫീമം ആക്ച്വലി എന്നതാണ്? bnന്റെ ഇൻഫീമം ഈറ്റയാണ്. anകളുടെ സുപ്രീമം psi ആണ് എന്ന് പറഞ്ഞാൽ മൈനസ് anന്റെ ഇൻഫീമം psi ആണ്. anകളുടെ സുപ്രീമം psi ആണ്. നമ്മൾ നേരത്തെ തീരം പഠിച്ചിട്ടുള്ളൂ, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. മൈനസ് anന്റെ സുപ്രീമം മൈനസ് psi ആണ്. ആ മൈനസ് anന്റെ ഇൻഫീമം. anകളുടെ സുപ്രീമം psi ആണ്, മൈനസ് anകളുടെ ഇൻഫീമം മൈനസ് psi ആണ്. അപ്പോൾ ഈറ്റ മൈനസ് i ആണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഈ കളക്ഷന്റെ ഇൻഫീമം ആയിട്ട് വരിക. ആൻഡ് വി ഹാവ് ഈറ്റ മൈനസ് i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈറ്റ മൈനസ് i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആക്ച്വലി അത് 0 ആകാൻ പോവാണ്. ഇപ്പം അത് അറിയത്തുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് 0 ആണെന്നാണ് നമുക്ക് 0 ആണെന്നുള്ളത് ഉപയോഗിച്ചാലാണ് നമുക്ക് ഒരു പോയിന്റ് അവിടെ ഉള്ളൂ എന്ന് പറയാൻ പറ്റുക. ഈറ്റ മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ bm മൈനസ് am ലെസ് ദാൻ എപ്സിലോൺ. എന്താണ് കാര്യം? ഈ കളക്ഷന്റെ ഇൻഫീമം 0 ആണ് എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ നമ്പർ തന്നാലും അതിന് ഇൻഫീം ആകാൻ പറ്റത്തില്ല. ചെറിയ നമ്പറിനെ എപ്സിലോൺ എന്ന് വിളിക്കുന്നു. ഇവിടെ ഇനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അതിന് ഇൻഫീം ആകാൻ പറ്റത്തില്ല. എന്താ? ഈ കളക്ഷനിലെ ഒരാളെ തീരുമാനിക്കുന്ന എന്നാ? നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും, ഒരു bm മൈനസ് am എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ചുരുക്കി നമുക്ക് ഒരേ ഒരു m എക്സിസ്റ്റ് ചെയ്യും. ദെയർ എക്സിസ്റ്റ് bm മൈനസ് am എന്നാണ് നമുക്ക് പറയേണ്ടത്. ഓഫ് ദ എബോവ് കളക്ഷൻ bm മൈനസ് am ഓഫ് ദ കളക്ഷൻ. അതിന് പകരം ദെയർ എക്സിസ്റ്റ് m എലമെന്റ് ഓഫ് n such that 0 ലെസ് ദാൻ ഓർ ഈക്വൽ 0 ലെസ് ദാൻ bm മൈനസ് am ലെസ് ദാൻ എപ്സിലോൺ. 0യ്ക്കും എപ്സിലോണിനും ഇടയ്ക്ക് ഉണ്ട്. പക്ഷെ bm മൈനസ് amകളുടെ ഇൻഫീമം ആണ് ഈറ്റ മൈനസ് എപ്സിലോൺ. ഈറ്റ മൈനസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ മൈനസ് i. ഈറ്റ മൈനസ് i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ മൈനസ് i സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതടുപ്പിച്ച് അങ്ങ് എഴുതിയേക്കാം, ഈറ്റ മൈനസ് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് 0, ഞാനൊന്നും ചെയ്യുന്നില്ല, അതൊന്നും അടുപ്പിച്ച് എഴുതുന്നുള്ളൂ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ മൈനസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ അനുസരിച്ച് ഈറ്റ മൈനസ് i 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ മൈനസ് i ലെസ് ദാൻ bm മൈനസ് am ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. ഈ എഴുതി വെച്ചിരിക്കുന്ന എന്താ? എത്ര ചെറിയ എപ്സിലോൺ തന്നാലും അതിനേക്കാൾ ചെറുതാണ്. ഇനി bm മൈനസ് amനെ അല്ല നോക്കുന്നത്, ഈറ്റ മൈനസ് i, ഇത് മാത്രമേ ഇനി നോക്കുന്നുള്ളൂ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ മൈനസ് i ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എത്ര ചെറിയ എപ്സിലോൺ തന്നാലും ഇതാണ് അവസ്ഥ എങ്കിൽ അതിനർത്ഥം എന്നാ? നമ്മൾ നേരത്തെ ഒരു തീരം പഠിച്ചിട്ടുണ്ട്, ഒരു നമ്പർ 0 ആകാനുള്ള കണ്ടീഷൻ ഈറ്റ മൈനസ് i ഈക്വൽ ടു നമ്പർ a ഈക്വൽ ടു 0 ഇഫ് ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ലെസ് ദാൻ എപ്സിലോൺ. ഈറ്റ മൈനസ് i ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഈറ്റ ഈക്വൽ ടു psi. എല്ലാ ഇന്റർവെല്ലിലും കോമൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ പോയിന്റുകളാണിത്. anകളുടെ സുപ്രീം ആയിട്ട് എടുത്തു, psi എല്ലാ ഇന്റർവെല്ലിലും കോമൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേ രീതിയിൽ തന്നെ bnകളുടെ ഇൻഫീമം ആയിട്ട് ഈറ്റയെ ഡിഫൈൻ ചെയ്തു, അതും എല്ലാത്തിനും കോമൺ ആയിട്ടെന്ന് അതേപോലെ നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി പോലെ പ്രൂവ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാ ഇന്റർവെല്ലിലും കോമൺ ആയിട്ട് സൈയും ഈറ്റയും ഉണ്ടെങ്കിൽ psi, ഈറ്റ എലമെന്റ് ഓഫ് in ഫോർ ഓൾ n എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്താ കിട്ടി? psi ഈക്വൽ ടു ഈറ്റ എന്ന് കിട്ടി. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് 2 പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ 2 പോയിന്റ്സും ഈക്വൽ ആണ് എന്ന് കിട്ടി. അപ്പോൾ ഇനി ഒരെണ്ണം പറഞ്ഞാൽ മതി, psi എലമെന്റ് ഓഫ് in ഫോർ ഓൾ n. എല്ലാ inകളിലും ഉള്ള psi ഈസ് യൂണിക്. ദിസ് ഈസ് ദ നെക്സ്റ്റ് തിയറം. പഴയ വീഡിയോസ് ഒന്നുകൂടി കണ്ടിട്ട് നിങ്ങൾ ഈ തിയറം പഠിക്കുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിന് ഉള്ള വീഡിയോ.